ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും സ്വർണം വീണ്ടും നിക്ഷേപകരുടെയും സാധാരണക്കാരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. ആഗോള വിപണിയിലെ വിലക്കയറ്റം ദുബായ്, കേരളം തുടങ്ങിയ പ്രധാന വിപണികളിൽ ശക്തമായി പ്രതിഫലിക്കുന്നുമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സ്വർണ്ണവില പുതിയ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടിരിക്കുകയാണ്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളും സ്വർണത്തെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി നിലനിർത്തുന്നു. ഇത് വില വർധനവിന് പ്രധാന കാരണമാകുന്നുമുണ്ട്. ആഗോള വിപണിയിലെ കുതിപ്പിന് പിന്നിലെ കാരണങ്ങളും നിരവധിയാണ്. സ്വർണത്തിന്റെ വില കുത്തനെ ഉയരുന്നതിന് പിന്നിൽ നിരവധി ആഗോള ഘടകങ്ങളുണ്ട്. ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ തങ്ങളുടെ ശേഖരം വർദ്ധിപ്പിക്കുന്നതിനായി സ്വർണം വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നു. ഇത് സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും വില ഉയർത്തുകയും ചെയ്യുന്നു. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ സ്വർണ്ണ നിക്ഷേപകർക്ക് അനുകൂലമാണ്. പലിശ നിരക്ക് കുറയുമ്പോൾ ഡോളറിന്റെ മൂല്യം ഇടിയാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ നിക്ഷേപകർ ഡോളറിന് പകരം സ്വർണത്തിലേക്ക് തിരിയുന്നു. മാത്രമല്ല, സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികളും നിരവധിയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത, സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയ പ്രതിസന്ധികൾ നിക്ഷേപകരെ കൂടുതൽ സുരക്ഷിതമായ നിക്ഷേപങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി സ്വർണം കണക്കാക്കപ്പെടുന്നു. സ്വർണം പിന്തുണയ്ക്കുന്ന എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളിലേക്കുള്ള നിക്ഷേപകർ കൂടുന്നത് സ്വർണത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നു. ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $3650 കുതിച്ചുയരാനും കാരണമായി. വെള്ളി വിലയും സമാനമായ രീതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 2011 ശേഷം ആദ്യമായി വെള്ളി ഔൺസിന് $42 മുകളിലെത്തി. കേരളത്തിലെയും ദുബായിലെയും സ്വർണ്ണവിലകൾ താരതമ്യം ചെയ്യുമ്പോൾ ദുബായിലാണ് ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം ലഭിക്കുന്നത്. ഇന്നത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ ഒരു പവൻ, അതായത് 8 ഗ്രാമിന് 22 കാരറ്റ് സ്വർണത്തിന് GSTയും മറ്റ് ചാർജുകളും കൂടാതെ 81,600 രൂപ നൽകണം. എന്നാൽ ദുബായിൽ അതേ അളവിലുള്ള സ്വർണം വാങ്ങാൻ 408 ദിർഹം നിരക്കിൽ 3,264 ദിർഹമേ ആവശ്യമുള്ളൂ. ഇന്നത്തെ വിനിമയ നിരക്ക് അനുസരിച്ചാണ് ഇത് ഏകദേശം 78,474 രൂപയാണ്. അതായത് കേരളത്തിലെയും ദുബായിലെയും വിലകൾ തമ്മിൽ ഒരു പവന് 3,126 രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ വില വ്യത്യാസത്തിന് പ്രധാന കാരണം ഇന്ത്യയിലെ ഉയർന്ന ഇറക്കുമതി തീരുവയാണ്. UAE സ്വർണ്ണ ഇറക്കുമതിക്ക് തീരുവയില്ല. 5% മൂല്യവർദ്ധിത നികുതി മാത്രമാണ് ഇവിടെയുള്ളത്. എന്നാൽ ഇന്ത്യയിൽ ഇത് ഉയർന്നതാണ്. ഈ നികുതി വ്യത്യാസമാണ് കേരളത്തിൽ സ്വർണ്ണവില ഉയർന്നു നിൽക്കാനുള്ള പ്രധാന കാരണം. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു പ്രധാന വ്യാപാര കേന്ദ്രം എന്ന നിലയിൽ ദുബായ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ വിപണിയിൽ ഒന്നാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളവും ജബൽ അലി തുറമുഖവും വഴി UAE ആഗോള സ്വർണ്ണ വിതരണ ശൃംഖലയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. 2024 ഏകദേശം 1200 ടൺ സ്വർണ്ണമാണ് UAE ഇറക്കുമതി ചെയ്തത്. പ്രധാനമായും ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് സ്വർണം ഇറക്കുമതി ചെയ്യുന്നത്. ദുബായിലെ സ്വർണ്ണ വിപണിക്ക് നികുതി ആനുകൂല്യങ്ങളും മറ്റ് പ്രത്യേകതകളുമുണ്ട്. ദുബായിൽ സ്വർണ്ണ വ്യാപാരത്തിന് ഇറക്കുമതി തീരുവയോ കോർപ്പറേറ്റ് നികുതിയോ ഇല്ല. ഇത് കച്ചവടക്കാർക്ക് വലിയ നേട്ടമാണ് നൽകുന്നത്. ടൂറിസ്റ്റുകൾ കവർ വാങ്ങിയ സ്വർണത്തിന്റെ 5% VAT വിമാനത്താവളത്തിൽ വെച്ച് റീഫണ്ട് ചെയ്യാനും സാധിക്കും. ഇത് ദുബായിലെ ഷോപ്പിങ്ങിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. ദുബായിലെ ദെയ്റയിലുള്ള ഗോൾഡ് സൂക്ക് ലോക പ്രശസ്തമാണ്. 400-ലധികം ജുവലറി കടകളുള്ള ഈ മാർക്കറ്റ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇടപാടുകാരെ ആകർഷിക്കുന്നു. ദീപാവലി, റമദാൻ, വിവാഹ സീസണുകൾ തുടങ്ങിയ സമയങ്ങളിൽ സ്വർണം വാങ്ങുന്നതിനായി ലക്ഷക്കണക്കിന് ആളുകളാണ് ദുബായിൽ എത്തുന്നത്. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ദുബായിൽ നിന്ന് സ്വർണം വാങ്ങുന്നത് സാമ്പത്തികമായി ലാഭകരമാണ്. വിലയിലെ വ്യത്യാസവും നികുതി ആനുകൂല്യങ്ങളും അവരെ ദുബായ് വിപണിയിലേക്ക് ആകർഷിക്കുന്നു. ആഗോളതലത്തിൽ സ്വർണ്ണ വിപണിയിൽ തുടർച്ചയായി വർധനവ് രേഖപ്പെടുത്തുമ്പോൾ ദുബായ് പോലുള്ള വിപണികൾ നിക്ഷേപകർക്കും സാധാരണക്കാർക്കും കൂടുതൽ ആകർഷകമായ അവസരങ്ങളാണ് നൽകുന്നത്. രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ സ്വർണ്ണത്തെ സുരക്ഷിതമായ ഒരു നിക്ഷേപമായി മാറ്റുന്നു. ഇന്ത്യയിലെയും UAEയിലെയും വിലകളിലുള്ള വ്യത്യാസം പ്രവാസികൾക്കൊരു നേട്ടമാണെങ്കിലും ഇത് ഇന്ത്യൻ വിപണിക്ക് ഒരു വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട്. എന്തായാലും സ്വർണ്ണത്തിന്റെ തിളക്കം കുറയില്ല എന്ന് തന്നെയാണ് നിലവിലെ പ്രവണതകൾ സൂചിപ്പിക്കുന്നത്.